ഹരിമോഹൻ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ച് ഈ 9ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടാനായിട്ടില്ല. ഇന്നലെ 2 എഫ്ഐആറുകളുമായി ആണല്ലോ ഇപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്, സെഷൻസ് കോടതിയുടെ മുന്നിലെത്തിയത്. 2ാമത്തെ എഫ്ഐആറുമായി ബന്ധപ്പെട്ട് അതിൽ ഇനിയും അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിൽ പ്രാഥമിക വിവരങ്ങൾ മാത്രം എന്ന കാര്യം കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ആ പരാതിക്കാരുടെ മൊഴിയെടുക്കുക, നോട്ടീസ് അയച്ചിരിക്കുന്നു. മൊഴിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമാകുന്നത്. അതിലേക്ക് വളരെ വേഗം തന്നെ കടക്കുമോ ഹരി? സ്മൃതി, തീർച്ചയായിട്ടും അതിലേക്ക് കടക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതായത് ആ പരാതി എന്ന് പറയുന്നത് നിലവിൽ KPC നേതൃത്വത്തിനും AICC നേതൃത്വത്തിനും ഒക്കെ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അത് ഫോർവേഡ് ചെയ്ത് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഹൈക്കോടതി വിധിയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അതിനകത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. ഇനിയിപ്പോൾ അതിജീവിത ആ മൊഴി നൽകാൻ വേണ്ടിയുള്ള സന്നദ്ധത അറിയിക്കണം. ആ സന്നദ്ധത അറിയിച്ചാൽ ഉടൻ തന്നെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഒപ്പം തന്നെ കൂട്ടുപ്രതിയായിട്ടുള്ള ഫെന്നി നൈനാനെ കൂടി അതിനകത്തേക്ക്, അതായത് പ്രതി ചേർക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നലെ ഈ FIR കോടതിയിൽ, അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ FIR സമർപ്പിച്ചിരുന്നു. ഇയാൾ നിരന്തരം കുറ്റങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇതിന് മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല സ്ഥിരം കുറ്റവാളി എന്നുള്ള നിലയിൽ തന്നെ അയാളെ കാണേണ്ടതാണ് എന്നതടക്കമുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയിൽ കുറ്റവാളി എന്നുള്ളത് കോടതി പരിഗണിച്ചിട്ടില്ല എന്നുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതാണ് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം ആയുധമാക്കുക എന്നുള്ളതാണ്. TV പ്രസാദിലേക്ക്. പ്രസാദ്, പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകൾ, അതിൽ 2ാമത്തെ തെളിവ് എന്ന് പറയുന്നത് 2ാമത്തെ FIR ആണ്. 2ാമത്തെ FIR ഇപ്പോൾ DGPക്ക് KPCC അധ്യക്ഷൻ കൈമാറിയ പരാതിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള FIR ആണ്. അവരുടെ മൊഴി കിട്ടിയിട്ടില്ല. ആ മൊഴി കിട്ടേണ്ടതുണ്ട്. അതിൽ തന്നെ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലം എവിടെ എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കോടതി ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അപൂർണമാണ് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. അതൊരു ആയുധമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മേൽക്കോടതിയിലേക്ക് പോയിരിക്കുന്നതെന്ന് വേണം കരുതാൻ. അങ്ങനെ വരുമ്പോൾ വളരെ വേഗം പോലീസിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്, മൊഴി എടുക്കേണ്ടതുണ്ട്. 2ാമത്തെ പരാതിക്കാരി മൊഴി നൽകാൻ സന്നദ്ധയാണോ? ഇന്നലെ അങ്ങനെ ആണ് എന്ന് സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്താണ് അറിയാനാകുന്നത് പ്രസാദ്? സ്മൃതി, നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോഴും സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത് സ്മൃതി, അങ്ങനെ ഒരു സന്നദ്ധത ഇതുവരെയും അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ആദ്യ പരാതിയിലെടുത്ത കേസുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ കൂടുതൽ തെളിവുകൾ ഹൈക്കോടതിയുടെ ഭാഗമായി മുന്നോട്ട് വയ്ക്കാം എന്നുള്ള പ്രതീക്ഷയാണ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ മുൻകൂർ ജാമ്യം തള്ളിയ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്നുള്ളത് പൂർണ്ണമായും ആദ്യ പരാതിയിൽ ഊന്നിയിട്ടുള്ളതാണ്. 2ാമത്തെ പരാതി പരിഗണിച്ചിട്ടില്ല. 2ാമത്തെ പരാതിയിൽ പക്ഷേ ഒരു മൊഴി കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി എവിഡൻസ് ഈ കേസിലേക്ക് കൊണ്ടുവരാനും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനും വളരെ എളുപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യ സാധ്യതകളെ അടയ്ക്കാനും കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. പക്ഷേ നിലവിലും അന്വേഷണ സംഘം കരുതുന്നത് ആദ്യത്തെ പരാതി തന്നെ മുൻകൂർ ജാമ്യ ഹർജി തള്ളാനുള്ള മരുന്ന് അതിലുണ്ട്, അതായത് നിൽക്കുന്ന കേസ് തന്നെയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. പക്ഷേ 2ാമത്തെ പരാതിയിൽ കൂടി മൊഴി കിട്ടുകയാണെങ്കിൽ ഉറപ്പായും അത് കേസിന് ബലമേകും. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതീക്ഷ 2ാമത്തെ FIR മൊഴിയില്ലാതെ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഒരു സ്ഥിരം കുറ്റവാളി എന്ന് പറയുന്ന പ്രോസിക്യൂഷന്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം, ആ നിഗമനത്തിലേക്ക് കോടതി എത്തില്ല. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതീക്ഷ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടും ഒളിവിൽ തുടരാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ തന്നെ, അതായത് മൊഴിയെടുക്കാത്ത 2ാം പരാതി അതിൽ FIR നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഉറപ്പായും ജാമ്യ ഹർജി, മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തെളിവുകൾ ഉറപ്പായും ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതീക്ഷ ഇതിൽ മുൻകൂർ ജാമ്യം കിട്ടും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നലെ ചില കാര്യങ്ങൾ കോടതിയുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നും താൻ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച ചില രേഖകൾ അത് തനിക്ക് അനുകൂലമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം കരുതുന്നത്. പക്ഷേ അത് പോലീസും ഇന്നലെ പ്രോസിക്യൂഷനും അപ്പാടെ നിഷേധിക്കുന്നുമുണ്ട്. എന്തായാലും ഇന്നലെ തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി
മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ അതേ സാഹചര്യം തന്നെയാണ് ഹൈക്കോടതിയിലും നിലനിൽക്കുക എന്ന ആത്മവിശ്വാസമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. സ്മൃതി. ശരി, ശ്യാം ദേവരാജും ഹരിമോഹനും TV പ്രസാദുമാണ് വിവരങ്ങൾ നൽകുന്നത്.